Silly Point. പൊട്ടിത്തെറിക്കുന്ന ബാറ്റിംഗിന്റെ സ്ഫോടനം കൊണ്ട് നിറഞ്ഞതാണ് പുതിയ കാലത്തെ ക്രിക്കറ്റ്. ബൌളർമാരെ തല്ലിത്തകർത്ത് ചെറുപ്പക്കാരായ ബാറ്റ്സ്മാൻമാർ സിക്സറുകളുടെ പെരുമഴ തീർക്കുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട് വൃദ്ധനായൊരാൾ ടെലിവിഷന് മുന്നിൽ ചിരിച്ചുകൊണ്ടിരുന്നു. 2020 ജനുവരിയിൽ അദ്ദേഹം പൂനെയിൽ വെച്ച് മരിക്കുകയാണുണ്ടായത്. പുതിയ കാലത്തിന് മനസ്സിലാവാത്ത ഒരു റെക്കോർഡിന്, ലോക റെക്കോർഡിന് തന്നെ ഉടമയായിരുന്നു അദ്ദേഹം. ഇന്നും ആ റെക്കോർഡ് നിലനിൽക്കുന്നുണ്ട്. പണ്ട് 1963-64 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ആ റെക്കോർഡ്. മദിരാശിയിൽ നടന്ന ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനു വേണ്ടി ബാറ്റ് ചെയ്യുന്നത് ബ്രയൻ ബോലൂസും കെൻ ബാരിംഗ്ടണും. രണ്ടുപേരും മികച്ച ബാറ്റ്സ്മാൻമാരായിരുന്നു. ബാരിംഗ്ടൺ 82 ടെസ്റ്റിൽ നിന്ന് 6806 റൺസ് എടുത്തിട്ടുണ്ട്. അതും 58.67 എന്ന റൺ ശരാശരിയോടെ. വിരാട് കോഹ്ലിയുടെ ടെസ്റ്റുകളിലെ ബാറ്റിംഗ് ശരാശരി 46.85 ആണെന്നോർക്കണം. ബാറ്റിംഗ് ദൈവമായ സച്ചിൻ ടെണ്ടുൽക്കർക്ക് പോലും ബാരിംഗ്ടണേക്കാൾ കുറവ് ബാറ്റിംഗ് ശരാശരിയേ ഉള്ളൂ, 53.78. അപ്പോൾ 58.67 റൺ ശരാശരിയുള്ള ബാരിംഗ്ടൺ നിസ്സാരക്കാരനല്ല. കൂടെ ബാറ്റ് ചെയ്യുന്ന ബ്രിയൻ ബോലൂസോ, അദ്ദേഹവും ആകെ 7 ടെസ്റ്റുകളെ കളിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ. പക്ഷേ ഫസ്റ്റ് ക്ലാസ് മാച്ചുകളിൽ അദ്ദേഹം റൺസ് നേടിയത് എത്രയാണെന്നല്ലേ? 25,598. അതായത് ആൾ ചില്ലറക്കാരനല്ല. അങ്ങനെ ബാറ്റിംഗിന്റെ 2 മഹാരഥന്മാരാണ് ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിനു വേണ്ടി ക്രീസിൽ. ഇന്ത്യൻ ബൌളിംഗിനെ തകർക്കാനുള്ള പോരാട്ട വീര്യത്തോടെ അവർ ക്രീസിൽ നിന്നു. പക്ഷേ ഇന്ത്യയ്ക്ക് വേണ്ടി പന്തെറിയുന്ന അയാൾക്ക് മാത്രം ബോലൂസിന്റെയും ബാരിംഗ്ടന്റെയും വീരചരിതമൊന്നും അത്ര വലിയ പ്രശ്നമായി തോന്നിയില്ല. അദ്ദേഹം 2 ബാറ്റിംഗ് ജീനിയസുകളെയും ഒറ്റ റൺ പോലും വിട്ടുകൊടുക്കാതെ പിടിച്ചുകെട്ടി. എന്നുവെച്ചാൽ 1, 2, 3 ഓവറുകളല്ല, തുടർച്ചയായി 21 ഓവറുകൾ 5 പന്തുകളും ഒരൊറ്റ റൺ പോലും വിട്ടുകൊടുക്കാതെ അദ്ദേഹം ആ 2 ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരെയും ശരിക്കും മരവിപ്പിച്ചു നിർത്തി. തുടർച്ചയായി 21 മേഡനുകളും 5 പന്തുകളും എറിഞ്ഞ അദ്ദേഹത്തിന്റെ പേരാണ് ബാപ്പു നദ്കർണി. ആ ദിവസം 32 ഓവറുകൾ ആകെ എറിഞ്ഞ നദ്കർണി 27 മെയ്ഡനുകൾ എറിഞ്ഞു. ആകെ വിട്ടുകൊടുത്തത് 5 റൺസ് മാത്രം. ഇന്നും അത് ലോക റെക്കോർഡാണ്. എന്നാൽ ഇതേ ടെസ്റ്റ് സീരീസിന്റെ 5ാം ടെസ്റ്റ് കാൺപൂരിൽ നടന്നപ്പോൾ മറ്റൊരു നദ്കർണിയെയാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം കണ്ടത്. കാൺപൂരിൽ ആയിരുന്നു ആ ടെസ്റ്റ്. ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സിൽ 8 വിക്കറ്റിന് 559 എന്ന പടുകൂറ്റൻ സ്കോറുമായി അവർ മുന്നേറുകയാണ്. ബാരി നൈറ്റ്സ് ഇംഗ്ലണ്ടിനു വേണ്ടി സെഞ്ചുറി നേടി. മറ്റ് ബാറ്റ്സ്മാൻമാരും ഭേദപ്പെട്ട സ്കോർ. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ആവട്ടെ 266 റൺസിന് അവസാനിച്ചു. ഫ്രെഡ് ടിറ്റ്മസ് 73 റൺസിന് 6 വിക്കറ്റുകൾ എടുത്തു. പക്ഷേ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരാൾ മാത്രം പുറത്താവാതെ 52 റൺസ് എടുത്തു. മദിരാശി ടെസ്റ്റിൽ മേഡനുകൾ എറിഞ്ഞ് ബൌളിംഗ് വിസ്മയം തീർത്ത നദ്കർണിയായിരുന്നു അത്. അവിടം കൊണ്ടും തീർന്നില്ല. തുടർന്ന് ഫോളോ ഓൺ ചെയ്ത് തോൽക്കാതിരിക്കാൻ പൊരുതുകയായിരുന്നു ഇന്ത്യ. 1ാം ഇന്നിംഗ്സിൽ 52 നോട്ട് ഔട്ട് നേടിയ നദ്കർണി തന്നെ വീണ്ടും ഇന്ത്യയെ രക്ഷിച്ചു. 2ാം ഇന്നിംഗ്സിൽ നദ്കർണി നേടിയത് 122 നോട്ട് ഔട്ട്. 347 3 വിക്കറ്റിന് അടിച്ചെടുത്ത് ഇന്ത്യ ആ ടെസ്റ്റ് സമനിലയാക്കി. ബ്രിയൻ ബോലൂസും ബാരിംഗ്ടണും കൂടാതെ കോളിൻ കൌഡ്രിയും ഫ്രെഡ് ടിറ്റ്മസുമൊക്കെ രംഗത്തിറങ്ങിയ ആ 5 ടെസ്റ്റുകളും സമനിലയായി. അതിൽ നദ്കർണിയുടെ സംഭാവന വളരെ വലുതായിരുന്നു. 1963-64 മദ്രാസ് ടെസ്റ്റിലായിരുന്നു നദ്കർണി തുടർച്ചയായി 21 മേഡനുകൾ എറിഞ്ഞതെന്ന് പറഞ്ഞു. തൊട്ടടുത്ത കൊല്ലം 64-65 ഓസ്ട്രേലിയ ഇന്ത്യൻ പര്യടനത്തിന് വന്നു. ബോബ് സിംപ്സൺ ആയിരുന്നു ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ. സ്റ്റാർ ബാറ്റ്സ്മാനും അദ്ദേഹം തന്നെ. മികച്ച ബൌളർ ഗാരത്ത് മെക്കൻസിയും. 1ാം ടെസ്റ്റ് മദ്രാസിൽ. ആ ടെസ്റ്റിൽ ഓസ്ട്രേലിയ ജയിച്ചു. പക്ഷേ നദ്കർണി വീണ്ടും വിസ്മയങ്ങൾ തീർത്തു. 1ാം ഇന്നിംഗ്സിൽ 18 ഓവറിൽ 31 റൺസിന് 5 വിക്കറ്റ് നദ്കർണി എടുത്തു. 2ാം ഇന്നിംഗ്സിൽ 91 റൺസിന് 6 വിക്കറ്റുകളും. വാസ്തവത്തിൽ ഇന്ത്യ 2ാം ടെസ്റ്റിൽ തിരിച്ചടിച്ചു. ഇന്ത്യ 2 വിക്കറ്റിന് ജയിച്ച ആ ടെസ്റ്റിൽ നദ്കർണി 6 വിക്കറ്റുകൾ വീണ്ടും എടുത്തു. പരമ്പര കഴിഞ്ഞപ്പോൾ നദ്കർണിയായിരുന്നു 2 ടീമുകളിലും വെച്ച് ഏറ്റവും അധികം വിക്കറ്റ് എടുത്തത്, 17 വിക്കറ്റുകൾ. ഓസ്ട്രേലിയയുടെ മെക്കൻസിക്ക് 13 വിക്കറ്റുകളെ കിട്ടിയുള്ളൂ. 2ാം സ്ഥാനവും അദ്ദേഹത്തിനായിരുന്നു. വിട്ടുകൊടുക്കാതെ പൊരുതൂ, നദ്കർണി ഇന്ത്യൻ ടീം അംഗങ്ങളോട് പറയാറുണ്ട്. ഇന്ത്യയുടെ സുനിൽ ഗവാസ്കർ പറയുന്നത് തന്റെ പോരാട്ടത്തിനുള്ള എല്ലാ മികവിനും പിറകിൽ നദ്കർണിയുടെ ആ സന്ദേശമാണെന്നാണ്. Silly Point.